തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയമുറപ്പിച്ച എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഗംഭീര വിജയം സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനിടെ സുരേഷ് ഗോപിക്ക് അഭിനന്ദനവുമായി സംവിധായകനും മുൻ ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാരുടെ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. ഞാൻ ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞതും സുരേഷ് ഏട്ടൻ ജയിക്കുമെന്ന് 7 മാസം മുൻപ് പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ എനിക്കറിയാം. അപ്പോഴെങ്ങനെ ഞാൻ വീണ്ടും സംഖ്യയാവുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. തൃശൂർ ഞാനിങ്ങ് എടുക്കുക. വോട്ടെണ്ണൽ തുടരുന്നതിനിടെ ലീഡ് നില കുത്തനെ ഉയർത്തി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ മലയാളികൾ എല്ലാ പരാജയ കഥകൾക്കുമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് കഥ മാറുകയാണ്. അമിത ആത്മവിശ്വാസത്തോടെ അന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ആദ്യം തിരിച്ചടിക്കുകയാണുണ്ടായത്. 69,131 വോട്ടുകൾക്ക് മുന്നിലാണ് സുരേഷ് ഗോപി. ഇതോടെ കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ബിജെപി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയമുറപ്പിച്ച എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സന്ദർശിച്ചിരിക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കർ. ലീഡ് നില 1.5 ലക്ഷത്തിലേറെ കടന്നതോടെയാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് കൂടിയ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചത്. അതേസമയം സ്വന്തം നാടായ തിരുവനന്തപുരത്താണ് സുരേഷ് ഗോപി ഇപ്പോഴുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിഞ്ഞതിന് പിന്നാലെ വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കിട്ടു. തുടർന്ന് വീട്ടിലെത്തിയവർക്കെല്ലാം മധുര വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചത്. അതേസമയം ജനങ്ങളെ സേവിക്കാൻ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തന്നെയാണ് പലരെയും ചൊടിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരിലേക്ക് പൂർണ്ണമായും ഇറങ്ങണമെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ഉചിതമായ പാർട്ടിയെയും അദ്ദേഹം തിരഞ്ഞെടുത്തു. എന്നാൽ സുരേഷ് ഗോപിയുടെ ബിജെപി പ്രവേശനം കേരളത്തിലെ ഇടത് വലത് പാർട്ടികളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും ഒക്കെ അസ്വസ്ഥരാക്കുകയായിരുന്നു. പിന്നീട് കേരളം കണ്ടത് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തന്നെയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ മലയാളത്തിലെ ഒരു താരവും ഇത്രമാത്രം അസഭ്യ വർഷങ്ങളും വിദ്വേഷ വാക്കുകളൊന്നും കേട്ടിട്ടുണ്ടാകില്ല. സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും വാക്കുകളിലുമൊക്കെ മതം കുത്തിത്തിരുകി ഒരു വലിയ സംഘം ഇറങ്ങി പുറപ്പെട്ടു. ഇടതു വലത് പാർട്ടികളുടെ കൂലിയെഴുത്തുകാരും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ആ മനുഷ്യനെ മതഭ്രാന്തനായും സവർണ ഫാസിസ്റ്റായും ഒക്കെ മുദ്രകുത്തി തുടങ്ങിയിരുന്നു. എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അങ്ങനെയൊക്കെ വേദനിപ്പിച്ചു. എന്ത് നെറികെട്ട കളിയും കളിച്ച് സുരേഷ് ഗോപിയെ വീഴ്ത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇവർ പറയുന്നതനുസരിച്ച് പണിയെടുക്കാൻ മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങൾ പോലും തയ്യാറായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ചൊന്നുമല്ല ഇവർ ഭയപ്പെട്ടത്. അവരുടെ ഭയം ശരിയായിരുന്നു. 11.15% 2014 ബിജെപിക്ക് ലഭിച്ച വോട്ടെങ്കിൽ വെറും 16 ദിവസത്തെ പ്രചരണം കൊണ്ട് ബിജെപിയുടെ വോട്ട് 28.19 സുരേഷ് ഗോപി കൊണ്ടുചെന്നെത്തിച്ചു. പക്ഷേ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വീണ്ടും ഇവർ ഉറക്കെ വിളിച്ചുകൂവി. വീണ്ടും ഇദ്ദേഹത്തെ പിന്നാലെ നടന്ന് ഇവർ ഉപദ്രവിച്ചു. എന്നാൽ അദ്ദേഹം തുടർന്നിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പെത്തി സുരേഷ് ഗോപിയെ വീണ്ടും അങ്കത്തട്ടിലേക്ക് തന്നെ പാർട്ടി ഇറക്കുകയായിരുന്നു. ഇടതു വലത് മുന്നണികൾ എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും പഴിയും അപവാദങ്ങളും ഒക്കെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ആ പഴയ തന്ത്രം വീണ്ടും പ്രയോഗിക്കുക തന്നെയാണ് ചെയ്തത്. എങ്ങനെയും സുരേഷ് ഗോപിയെ താഴ്ത്തിക്കെട്ടുക. അവർ കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും സുരേഷ് ഗോപിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 2016 ബിജെപിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ 11.84% വർധനവുണ്ടായി. പക്ഷേ എന്നിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു. 2 തവണ തോറ്റതിനാൽ സുരേഷ് ഗോപി തൃശൂർ വിട്ട് ഓടുമെന്നും രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കുമെന്നുമായിരുന്നു ഇക്കൂട്ടരുടെ ധാരണ. എന്നാൽ അതൊക്കെ മറികടന്നാണ് ഇപ്പോൾ തൃശൂരിൽ ചരിത്രം കുറിച്ചിരിക്കുന്നത്. തൃശൂരിലേക്ക് താമസം മാറുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു, പരിഹരിച്ചു, പരിഹാരം കണ്ടെത്തി. പാവങ്ങൾക്ക് കയറിച്ചെല്ലാൻ ഒരു പടിയുണ്ടെന്ന് തെളിയിച്ചു. കരുവന്നൂരിൽ കുരുങ്ങി ശ്വാസം മുട്ടിയവർക്ക് കൈത്താങ്ങായി. അവർക്ക് വേണ്ടി തെരുവിലൂടെ കിലോമീറ്ററുകൾ നടന്നു. തൻ്റെ നാവ് അവരുടെ ശബ്ദമാക്കി മാറ്റി. എന്നിട്ടും ആ മനുഷ്യനെ ഇടതു വലത് നേതാക്കൾ സൈബർ പോരാളികളുമൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ചരിത്രപരമായ ഒരു വിജയം തന്നെയാണ്. ഈ വിജയത്തിന് പിന്നിൽ തന്റെ കടമകൾ നിറവേറ്റിയെന്ന് വേണം പറയാൻ. വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്ത് പല തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന അതിരിവിട്ട അധിക്ഷേപങ്ങൾ വരെ ഇറക്കി. എന്നിട്ടിതൊന്നും തന്നെ അദ്ദേഹത്തെ തൊട്ടില്ല. ആ മനുഷ്യന്റെ സഹനത്തിനും ക്ഷമയ്ക്കും ആർജവത്തിനും നിശ്ചയദാർഢ്യത്തിനും സേവനത്തിനും മുന്നിൽ ജനങ്ങൾ അവരുടെ ഹൃദയം അടിയറവ് വെച്ചതാണ് നാം ഈ കാണുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും നൽകില്ല എന്ന അവസാന തീരുമാനം എടുത്തിരുന്നു. ജൂൺ 4 ജനങ്ങൾ വിധിയെഴുതി. ഇത്തവണയെങ്കിലും തൃശൂർ എടുക്കുമോ എന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ തൃശൂർ ഞങ്ങൾ എടുത്തു എന്ന് വ്യക്തമാകുന്നത്. ആ മനുഷ്യനെ നോവിച്ചപ്പോൾ ഞങ്ങളുടെ ജനനായകനായ ഒരു ജനത തന്നെ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയതാണ് ഇപ്പോൾ അദ്ദേഹം തൃശൂർ എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.
രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്.